രാത്രി നമസ്കാരം ഒന്ന് ശീലമാക്കിയാലോ? പലരും ശീലമാക്കിയിട്ടുള്ള ആളുകളുണ്ടാവും. ശീലമാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന പത്തിൽ രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ നമുക്കൊന്ന് ശീലമാക്കാം. ഖിയാമുൽ ലൈലിന് നമ്മൾ ഉറക്കത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുന്ന സമയത്ത് പല ആളുകളും അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്നതിൽ കുറച്ച് മടുപ്പ് തോന്നുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഉറക്കത്തെ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ആവശ്യമായ ഉറക്കത്തെ മാത്രം എടുത്ത് കുറച്ച് ഖിയാമുൽ ലൈൽ നമസ്കാരത്തിന് മുമ്പേ എഴുന്നേറ്റ് ആ നമസ്കാരത്തിന് വേണ്ടിയിട്ട് മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമസ്കാരം ആത്മാർത്ഥമായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഒറ്റയ്ക്കാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സൂറത്തുകൾ, നമ്മൾ മുമ്പ് പഠിച്ചു വെച്ചിട്ടുള്ള സൂറത്തുകളുണ്ടാകും. ആ സൂറത്തുകളെ ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിട്ട് നമുക്ക് ഈ ഖിയാമുൽ ലൈലിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിൽ സുജൂദുകൾ വർദ്ധിപ്പിച്ചും അതേപോലെ തന്നെ റുക്കൂകൾ വർദ്ധിപ്പിച്ചും അതിലെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചും നമുക്ക് ഈ ഖിയാമുൽ ലൈൽ, ഈ നമസ്കാരം, രാത്രി നമസ്കാരത്തെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ക്രമീകരിക്കണം. അപ്പോൾ നമ്മളിപ്പോഴേ മാനസികമായിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്യുക. ഈ അവസാനത്തെ രാത്രികളിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് റമളാൻ്റെ അവസാനത്തെ രാത്രി എന്ന ആ അവസാനത്തെ രാത്രിയിൽ നമ്മുടെ രാത്രി നമസ്കാരം ഭംഗിയുള്ളതാക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കുകയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്.